പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നും നമ്മൾ ഭാഗങ്ങളുടെ കണക്കുകളെ പറ്റി തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്, ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽസ്, അങ്ങനെ രണ്ട് തരത്തിൽ ഭിന്നസംഖ്യകളെയും ദശാംശ സംഖ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് ഭാഗങ്ങളെ സൂചിപ്പിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതേപോലെ തന്നെ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു മാർഗമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. അതാണ് ശതമാനം അഥവാ പെർസെൻറ്റേജ്. അപ്പോൾ ശതമാനത്തെ നമ്മൾ പലപ്പോഴും ശതമാനത്തെ കാണുക ഇങ്ങനെ ശതമാനം എന്ന് എഴുതിയതായിട്ടല്ല. ഇവിടെ നോക്കൂ, ഒരു ചരിഞ്ഞ വരയ്ക്ക് മുകളിലും താഴെയുമായി ചെറിയ ഓരോ സീറോസ് ഡിഗ്രീസ് ചേർത്തുകൊണ്ട് ഈ രീതിയിലാണ് ശതമാനത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് ശതമാനം? ശതമാനത്തെ വളരെ ചുരുക്കി പറഞ്ഞാൽ 100-ൽ എത്ര എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ശതമാനം എന്ന് പറയുന്നത്. 100-ൽ എത്ര എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി വേറൊരു തരത്തിൽ പറഞ്ഞാൽ 100 ഛേദമായ ഭിന്നസംഖ്യയാണ് ശതമാനം. അപ്പോൾ എന്താണ് ശതമാനം? നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കഴിച്ചിട്ടുള്ളത് പത്തിരിയാണ്. അപ്പോൾ ആ പത്തിരിയെ ഞാനൊന്ന് വരയ്ക്കാം. ഇങ്ങനെയുള്ളൊരു പത്തിരിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഈ പത്തിരിയെ ഞാൻ ആദ്യം ഇങ്ങനെ മുറിച്ചു. പകുതിയാണ്, ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്, ക്ഷമിക്കാം. പിന്നെ ഇങ്ങനെയും മുറിച്ചു. അതിൽ നിന്നും ഇത്ര ഭാഗമാണ് ഞാൻ കഴിച്ചത്. ഈ ഭാഗത്തെ നമ്മൾ ഭിന്നസംഖ്യാരൂപത്തിലാണെങ്കിൽ എങ്ങനെ എഴുതും? 4-ൽ 1 ഭാഗം എന്നെഴുതും. ദശാംശ സംഖ്യാരൂപത്തിലാണെങ്കിൽ പറഞ്ഞോളൂ, 4-ൽ 1-നെ 0.25 എന്നെഴുതും. ഈ രണ്ട് രൂപവുമല്ലാതെ മറ്റൊരു രൂപത്തിലും ഇതിനെ പറയാം. ഇത് 100 കഷ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പകുതി 50ആണ്, അതിൻ്റെയും പകുതി 25ആണ്. അഥവാ ഇത് 25%. എത്ര ശതമാനമാണ്? 25%. 25% പത്തിരി ഞാൻ തിന്നു കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ 25% ശതമാനം എന്ന ചിഹ്നം ഇതാണ്. 25%. ഈ 25% എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടി ഇവിടെയുണ്ട്. എന്താണ് ആ അർത്ഥം? ആകെ 100 കഷ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 25 ഭാഗം ഫാറൂഖ് മാഷ് തിന്നു കളഞ്ഞു എന്നാണ് ഇവിടെയുള്ള അർത്ഥം. ചിരിക്കുന്നുണ്ടല്ലേ? ചിരിക്കേണ്ട. 25 ഞാൻ തിന്നല്ല, അത് നിങ്ങളാണ് തിന്നല് 100-ൽ. ഏതായാലും 100-ൽ 25 എന്നതാണ് 25% എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആയിക്കോട്ടെ, 25 നിങ്ങൾ തിന്നല്ല. വീട്ടിൽ 100 പത്തിരി കിട്ടും. അതിൽ 8 എണ്ണം നിങ്ങൾ തിന്നു. 100-ൽ 8 എണ്ണം നിങ്ങൾ തിന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും? അപ്പോൾ 100-ൽ 8 എണ്ണം നിങ്ങൾ തിന്നു. അങ്ങനെയാണെങ്കിൽ അത് 8% അതിനെ നമ്മൾ 100 ഛേദമാക്കി 8/100 എന്ന് എഴുതാം. അപ്പം 100 ഛേദമാക്കി എഴുതി കഴിഞ്ഞാൽ പിന്നെ ശതമാന ചിഹ്നത്തിൻ്റെ ആവശ്യമില്ല. അത് ഭിന്നസംഖ്യാ രൂപമാണ് അതിൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് ശതമാനം എന്താണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം എത്രയാണ് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഞാനൊരു ചോദ്യം തന്നെ പറയാം. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. 20 മാർക്കിൻ്റെ ടെസ്റ്റിൽ 70% മാർക്ക് നേടുന്നവർ വിജയിക്കും. 20 മാർക്കിൻ്റെ പരീക്ഷയിൽ എത്ര മാർക്കിൻ്റെ? 20 മാർക്കിൻ്റെ പരീക്ഷയിൽ എത്ര ശതമാനമാണ് നേടേണ്ടത്?
70% മാർക്ക് നേടുന്നവർ വിജയിക്കും എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ വേണ്ട മാർക്ക് എത്ര? അപ്പോൾ ഇവിടെ നമ്മുടെ സംഖ്യ എത്രയാണ്? 20 ശതമാനം അഥവാ R എന്ന് പറയുന്നത് 70. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ചെറിയൊരു സൂത്രമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കാം. ഒരു സംഖ്യയുടെ 6% എത്രയാണ് എന്ന് കാണുന്നതിനുള്ള വിദ്യ. ഒരു സംഖ്യയുടെ 6% എന്ന് പറയുന്നത് കാണുന്നതിന് സംഖ്യയെ R കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിച്ചാൽ മതി. അഥവാ ഒരു സംഖ്യയുടെ 6% സമം സംഖ്യ ഗുണിക്കണം R/100. സംഖ്യ ഗുണിക്കണം R/100. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സംഖ്യ 20. R അഥവാ റേറ്റ് ഇൻട്രസ്റ്റും പറയും, പെർസെൻറ്റേജ് ഇവിടെ എത്രയാണ്? 70. അങ്ങനെയാവുമ്പോൾ ആ 70% എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ 20നെ എന്ത് ചെയ്യുക? 70 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 100 കൊണ്ട് ഹരിക്കുക. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇൻറ്റു ആണ്, അതിനിടയ്ക്ക് പ്ലസ്സുകളൊന്നും ഇല്ല. അതുകൊണ്ട് മുകളിലും താഴെയുമായുള്ള സീറോസിനെ കട്ട് ചെയ്യാം. മുകളിൽ ഒരു 0 നമ്മൾ കട്ട് ചെയ്താൽ അതുപോലെ താഴെയും ഒരു 0യെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു 0 കൂടി 20യുടെ 0യും 100ലെ 10ൻ്റെ 0യും കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയാവുന്നത് 2 × 7 14/1. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ആൻസർ? 14 മാർക്കാണ്. 14% അല്ല കേട്ടോ, 14 മാർക്കാണ് ഇവിടെ ജയിക്കാൻ വേണ്ടത്. അപ്പോൾ 20ൻ്റെ 70% എന്ന് പറയുന്നത് 14. 20ൻ്റെ 70% എന്ന് പറയുന്നത് 14. ഇനി ഇതുപോലെ മറ്റൊരു ചോദ്യം നോക്കാം. 250 ലഡു ഉണ്ടാക്കി. 250 ലഡു ഉണ്ടാക്കി ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. 250 ലഡു ഉണ്ടാക്കി ഞാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും തരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ 15% നിങ്ങളെല്ലാവരും തിന്നാണ്. അപ്പോൾ എത്ര ലഡു ആണ് നിങ്ങൾ തിന്നത്? അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്? എത്ര ലഡുവിൻ്റെ? ഞാൻ 250 ലഡു ഉണ്ടാക്കിയത്. 250 ലഡുവിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങൾ തിന്നത്? 15% നിങ്ങൾ തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണാനുള്ള വഴി എന്താണ്? ആകെ എണ്ണം 250, ശതമാനം 15. അത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണുന്നതിന് 250 ഗുണിക്കണം 15/100 അല്ലേ? അപ്പോൾ 0 വെട്ടാൻ ഇവിടെ 2 0 ഉള്ളൂ, പിന്നെ ഇല്ല. അപ്പോൾ ഇനി ഗുണിക്കണം. ഇനി ഗുണിക്കുമ്പോൾ 205നെ 15 കൊണ്ട് ഗുണിക്കണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 10 25 250ഉം 5 25 അതിൻ്റെ പകുതിയായ എത്രയാ? 125. അപ്പോൾ 250ഉം 125ഉം 375/10 എന്ന് പറഞ്ഞാൽ 37.5 അല്ലേ? 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനം പിന്നോട്ട് മാറി പോയിൻ്റ് ഇടണം. 10 കൊണ്ടൊരു സംഖ്യ ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ബേക്കോട്ട് പോയിട്ട് പോയിൻ്റ് ഇടണം. 100 കൊണ്ടായിരുന്നെങ്കിൽ 2 സ്ഥാനം പിന്നോട്ട് മാറേണ്ടിയിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് കരുതണം. അപ്പോൾ 37.5/10 എന്ന് പറഞ്ഞാൽ 37.5 ലഡു നിങ്ങൾ പൊക്കി തിന്നു കളഞ്ഞു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത സംഖ്യയുടെ ശതമാനം തന്നു കഴിഞ്ഞാൽ അത് എത്രയുണ്ട് എന്ന് കാണുന്നതിനുള്ള വിദ്യയാണ് സംഖ്യ ഗുണിക്കണം ശതമാനം/100, അതെങ്കിൽ സംഖ്യ ഗുണിക്കണം R/100. ഇനി ഇതുപോലെ തിരിച്ച് ഒരു സംഖ്യയുടെ ശതമാനവും തന്നിട്ടുണ്ട്, ആ ശതമാനം എത്രയാണെന്ന് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ സംഖ്യ, ആദ്യം ഉണ്ടായിരുന്ന മുഖ്യമായ സംഖ്യ എത്രയുണ്ട് എന്ന് കാണുന്ന വിദ്യ നോക്കാം. അപ്പോൾ ഒരു സംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ആ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ കാണുന്നതിനുള്ള വിദ്യ, ഒരു സംഖ്യയുടെ 6% എന്നത് എക്സ് ആയാൽ, ഒരു സംഖ്യയുടെ 6% എന്നത് എക്സ് ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ എത്രയാണ്? സംഖ്യ സമം എക്സ് ഗുണിക്കണം 100/6 ആണ് വരിക. എക്സ് ഗുണിക്കണം 100/6 ആണ് വരിക. ഇത് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരൊറ്റ കാര്യം നോക്കാം. നമുക്ക് ഒരു പരീക്ഷയിൽ ഒരു കുട്ടിക്ക് 75% മാർക്ക് കിട്ടി. അപ്പോൾ അവൻ്റെ മാർക്ക് ലിസ്റ്റിൽ ശതമാനമല്ല ഉള്ളത്, മാർക്കാണുള്ളത്. അവന് കിട്ടിയ മാർക്ക് 60 ആണ്. അപ്പോൾ ഒരു പരീക്ഷയിൽ 75% മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. എങ്കിൽ എത്ര മാർക്കിനായിരുന്നു പരീക്ഷ നടന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് നടന്ന ആകെ മാർക്ക് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഇവിടുത്തെ സംഖ്യ. അതെങ്ങനെയാണ് കാണുക? ഇവിടുത്തെ എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് തന്നെ. ഇവിടെ ഇപ്പോൾ ഉള്ള ബാക്കിയുള്ള എടുത്തിട്ടുള്ള മാർക്ക് 60 ആണ്. ഇനി ആർ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സ് അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് ശതമാനം കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആർ. നമ്മളിവിടെയൊക്കെ ആറിനെ ശതമാനത്തിന് നമുക്ക് 6 എന്ന അക്ഷരം കൊണ്ട് തന്നെ സൂചിപ്പിക്കാം. അപ്പോൾ എക്സും കിട്ടി, ആറും കിട്ടി. ഇനി എങ്ങനെയാണ് ഇവിടെ ഇത് പ്രയോഗിക്കാൻ നോക്കാം. ഇവിടെയുള്ള എക്സിന് പകരം ആകെ മാർക്ക് കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആകെ സംഖ്യ കാണുന്നതിന് വേണ്ടി ഇവിടെ എക്സിന് പകരം 60 ഗുണിക്കണം 100ന് പകരം 100 തന്നെ ബൈ 75ന് പകരം 75. ഇവിടെയും ഞാൻ നേരിട്ട് ഗുണിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ ആദ്യം നിങ്ങൾ ഏതെങ്കിലും വെട്ടിച്ചുരുക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. 100ലും 75ലും പൊതുവായിട്ടൊരു സംഖ്യയുണ്ട്. ഏതാണെന്ന് അറിയാമോ? 75ൽ 25 ഉണ്ട്. എത്ര 25? ഒന്ന് എണ്ണി നോക്കൂ. 25, 50, 75. 3 എണ്ണമാണ് അല്ലേ? അപ്പോൾ എത്ര 25ആണ്? 100. അത് 4 എണ്ണവും ആണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് 4ന് 3ഉം പൊതുവായിട്ടൊന്നുമില്ല. 3ലും 60ലും എന്തെങ്കിലും ഉണ്ടോ? 60ൽ 3 ഉണ്ടോ? 10 3 30, 20 3 60. അപ്പോൾ അതും വെട്ടാം. 1 3 3. 60ൽ 6ൽ 2 എണ്ണം, 0ന് 0. അപ്പോൾ 60ന് 20 എന്നായി. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി എഴുതട്ടെ. 60ന് പകരം 20 ഗുണിക്കണം 100ന് പകരം 4 ബൈ 75ന് പകരം 75 3 ആയി, 3 പിന്നെ 1 ആയി, 1. അപ്പം 20 4 80, 80/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 80. അപ്പോൾ ഇങ്ങനെ 80 മാർക്കിനാണ് ഇവിടെ ആകെ പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പോൾ ശതമാനത്തിൻ്റെ കണക്കുകൾ മത്സര പരീക്ഷകളിൽ, ഒബ്ജക്റ്റീവ് മത്സര പരീക്ഷകളിലൊക്കെ വരുന്ന സമയത്ത് ആ സംഖ്യകളെ ഫുള്ള് ഗുണിച്ച് ഹരിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഗുണനവും ഹരണവും മാത്രം വരുന്ന ക്രിയകളിൽ പരമാവധി പൊതുവായ സംഖ്യകളെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഓർക്കേണ്ട കാര്യം, ഒരു സംഖ്യയുടെ 6% എന്നത് എക്സ് ആണെങ്കിൽ, 6% എന്നത് എക്സ് ആണെങ്കിൽ നമ്മുടെ സംഖ്യ കാണുന്നത് എങ്ങനെയാണ്? സംഖ്യ സമം എക്സ് ഗുണിക്കണം 100/r. എക്സ് ഇൻറ്റു 100/r ആണ് നമുക്ക് സംഖ്യ. ഇനി ഒരു സംഖ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ വർധനവിന് ശേഷം ആകെ എത്രയുണ്ടാവും എന്ന് നമുക്കറിയാം. ഇതുവരെ നമ്മൾ ശതമാനം സൂചിപ്പിച്ചു, ശതമാനം എങ്ങനെ എന്നുള്ള രീതിയിലുള്ളതാണ് പോയിട്ടുള്ളത്. ഇനി വർധനവിന് ശേഷമുള്ള മൊത്തം സംഖ്യ എത്രയുണ്ടാവും എന്നുള്ളത് അതിലൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ എക്സ് എന്ന സംഖ്യയെ, അത് സംഖ്യ തന്നെ ആവണമെന്നില്ല, വേറെ എന്തോ ആവാം, എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ എക്സ് എന്ന സംഖ്യ എന്ന് പറയും. എക്സ് എന്ന സംഖ്യയെ
6% വർദ്ധിപ്പിച്ചാൽ എത്ര ശതമാനമാണ്? 6 എന്ന ശതമാനം, അത്രയും ശതമാനം വർദ്ധിപ്പിച്ചാൽ വർധനവിന് ശേഷം മൊത്തം എത്ര ഉണ്ടാവും എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വർധനവിന് ശേഷം മൊത്തമുള്ള സംഖ്യ, ആദ്യത്തെ സംഖ്യ എക്സ് എന്ന സംഖ്യയെ 100 + 6 കൊണ്ട്, ഇവിടെ +6 ആണ്, ഇത് മൊത്തത്തിൽ ആദ്യം ചെയ്യണം, അതിനാണ് ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളത്. 100 + 6 ÷ 100. അപ്പോൾ ഒന്നുകൂടി പറയാം, എക്സ് എന്ന സംഖ്യയെ 6% വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വർധനവിന് ശേഷമുള്ള സംഖ്യ കാണുന്നതിന് വേണ്ടി എക്സ് × 100 + r / 100 ആണ് വഴി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ചെറിയ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നത് ജനസംഖ്യ ആയിരിക്കട്ടെ. ഒരു വീട്ടിൽ 50 പേരുണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടി 20% വർദ്ധിച്ചു. ഒരു വീട്ടിൽ 50 പേരുണ്ടായിരുന്നു. 3 വർഷത്തിന് ശേഷം അവിടെ 20% വർധനവുണ്ടായി. എങ്കിൽ ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്? അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 50 ആൾ എന്ന് പറയുന്നത് ശരിക്കും 100%മാണ് അന്നത്തെ. ആ 100%ത്തിൽ നിന്നും ഒരു 20% കൂടി വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ആദ്യത്തെ 100%വും പിന്നെ കൂടിയ 20%. ആ രണ്ടും കൂടി ഇവിടെ നമ്മൾ കൂട്ടിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാണാൻ വഴിയൊന്ന് നോക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 50 ആണ്, ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 100 + r, 100 + കൂടിയ ശതമാനം 20 ആണ് / 100. അപ്പോൾ എങ്ങനെ ചെയ്യാം? 50 × 100 + 20 120 ÷ 100. വന്നു അല്ലേ? കുറേ പൂജ്യങ്ങൾ മുകളിലും താഴെയും വന്നു. അപ്പോൾ മുകളിലൊരു 0 വെട്ടുകയാണെങ്കിൽ, അംശത്തിലൊരു 0 വെട്ടുകയാണെങ്കിൽ ഛേദത്തിലൊന്നും കൂടി വെട്ടാം. ഇവിടെയും അംശത്തിലൊന്നും അതേസമയം ഛേദത്തിലൊന്നും വെട്ടാം. അപ്പോൾ 5 × 12 / 1, 5 × 12 / 1 മാത്രമേ ബാക്കിയുള്ളൂ. 12 × 5 60 ആണ്, 60 / 1 60 തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 50 പേരല്ല ഉണ്ടാവുക, എത്ര പേരുണ്ടാവും? 60 പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഏതൊരു സംഖ്യയും, എക്സ് എന്ന ഏതൊരു സംഖ്യയും 6% വർദ്ധിക്കുന്നതെങ്കിൽ ആദ്യം വർദ്ധിക്കുന്ന ശതമാനത്തെ 100 കൂട്ടുക, അതിനുശേഷം സംഖ്യ കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്രിയ. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ കുറഞ്ഞാൽ, അപ്പോൾ വർദ്ധിപ്പിച്ചാൽ എന്നത് ഞാനൊന്ന് മായ്ച്ച് ആദ്യം ഈ പ്രോബ്ലം ഒന്ന് പോട്ടെ. ഞാൻ വർദ്ധിപ്പിച്ചാൽ എന്നത് ഇത് ഒരുമിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്. വർദ്ധിപ്പിച്ചാൽ എന്നത് ഞാനൊന്ന് മായ്ച്ചു. എപ്പോഴും വർധനവ് മാത്രമല്ലല്ലോ ഉണ്ടാവുക, കുറഞ്ഞാൽ നാക്കി. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രവാക്യത്തിൽ എന്താ പറയാനുണ്ടാവുക? 100നോട് 6% കൂടുകയായിരുന്നു ആദ്യം ചെയ്ത്. അപ്പോൾ ഇവിടെ ഈ പ്ലസ് മാറ്റിയിട്ട് അതിന് പകരം എന്ത് കൊടുത്താൽ മതി? മൈനസ് ആക്കിയാൽ മതി. ക്ലിയർ അല്ലേ? നിങ്ങൾ ഇത് അഥവാ കാണാതെ പഠിക്കുകയാണെങ്കിൽ അപ്പോഴുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന സംഖ്യ 6% കുറഞ്ഞാൽ, കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ കുറവിന് ശേഷമുള്ള സംഖ്യ എന്ന് പറയുന്നത് കാണാൻ എക്സ് × 100 - r / 100. അപ്പോൾ ഇതിന് ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഒരു പച്ചക്കറിക്കാരൻ്റെ കടയിൽ 160 കിലോ തക്കാളി ഉണ്ടായിരുന്നു. എത്ര കിലോ തക്കാളിയാണ്? 160 കിലോഗ്രാം തക്കാളി ഉണ്ടായിരുന്നു. ഈ തക്കാളിയിൽ 25% കേടായിപ്പോയി. എത്ര ശതമാനമാണ് കേടായത്? 25% കേടായി.
ഇനി ബാക്കി എത്ര തക്കാളിയുണ്ട്? അപ്പോൾ ഇവിടെ മൊത്തം 160 കിലോ തക്കാളി ഉണ്ടായിരുന്നതിൽ നിന്ന് 25% തക്കാളിയും കേടായി പോവുക എന്ന് പറഞ്ഞാൽ അത് ചീഞ്ഞു പോയിട്ട് കടക്കാരൻ എടുത്ത് എറിഞ്ഞ് കളഞ്ഞത് അവന് വിൽക്കാൻ കിട്ടില്ല. അപ്പോൾ അവിടെ അത് കുറയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചോദ്യം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ 160 കിലോഗ്രാം എന്നത് എക്സ് ആണ് അല്ലേ? 25% എന്ന് പറയുന്നത് കുറയുന്ന ആറാണ്. കൂടുന്ന ആറല്ല, കുറയുന്ന ആറാണ്. കുറയുന്ന ആറാണെങ്കിൽ 100-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി തക്കാളി എങ്ങനെ കാണും? ബാക്കി തക്കാളി കാണുന്നതിന് വേണ്ടി എക്സ് 160 ഗുണിക്കണം ബ്രാക്കറ്റിൽ 100 പ്ലസ് അല്ല, കുറയുകയായതുകൊണ്ട് മൈനസ് 25/100. അപ്പോൾ 100-ന് 25 കുറച്ചാൽ 75 ഉണ്ടാവുക. 160 ഗുണിക്കണം 75/100. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് മുകളിലും താഴെയും ഓരോ പൂജ്യമുണ്ട്, അത് വെട്ടി. ഈ പൂജ്യം വെട്ടാൻ മുകളിൽ പൂജ്യം ഇല്ല, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വെട്ടി ചുരുക്കാൻ പറ്റുന്നത് വേറെ ഉണ്ടോ? 16ഉം 10ഉം രണ്ടും ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ 2-നെയും പകുതി ആയിക്കൂടെ? 10-നെ വെട്ടി 5 പകുതി, 16-നെ വെട്ടി 8 ഇനി അതുപോലെ 5-ലും 75-ലും പൊതുവായിട്ട് ഏതോ സംഖ്യ ഉണ്ടോ? 75-ൽ 5 ഇല്ലേ? ഉണ്ട്. അപ്പോൾ 5-ൽ 5 1 5, 75-ൽ 5 7-ൽ 1 5, 5 കഴിച്ചാൽ ബാക്കി 2 അല്ലേ? 2 ബാക്കിയുണ്ട്. 2 5 25-ൽ 5, അങ്ങനെ 15. അപ്പോൾ നമുക്ക് 8 ഗുണിക്കണം 15/1, 8 ഗുണിക്കണം 15/1. അപ്പോൾ 8 15, 8 10 80, 5 8 40, 80 40 120/1 എന്ന് പറഞ്ഞാൽ 120 കിലോഗ്രാം തക്കാളി മാത്രമേ ഇനി അവിടെ ബാക്കിയുള്ളൂ. ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ 120 കിലോഗ്രാം തക്കാളി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആദ്യം 160 കിലോഗ്രാം ഉണ്ടായിരുന്നു, ബാക്കി കേടായിപ്പോയി. അപ്പോൾ ഈ രീതിയിൽ നിശ്ചിത ശതമാനം കുറയുമ്പോൾ എത്ര ബാക്കിയാവുന്നു എന്ന് കാണുന്നതിനുള്ള വഴിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നോക്കി വെക്കുക. x × 100 - r/100, x × 100 - r/100. അപ്പോൾ നമുക്ക് വർധനവിന് ശേഷമുള്ള സംഖ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വർധനവിന് മുൻപുള്ള സംഖ്യ എങ്ങനെ കാണാം എന്ന് നോക്കാം. അതായത് ഒരു സംഖ്യ 6% വർദ്ധിച്ച് y എന്ന സംഖ്യ ആയി മാറിയിട്ടുണ്ടെങ്കിൽ, വർധനവിന് ശേഷമുള്ള സംഖ്യ ആണ് y. അപ്പോൾ വർധനവിന് മുൻപുള്ള സംഖ്യ എത്രയാണെന്ന് നോക്കാം. വർധനവിന് മുൻപുള്ള സംഖ്യ എങ്ങനെ കാണാം? വളരെ സിമ്പിളാണ്. വർധനവിന് ശേഷമുള്ള സംഖ്യ y ആണെങ്കിൽ yയെ ആദ്യം 100 കൊണ്ട് ഗുണിക്കുക, അടിയിൽ 100 + r ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്രിയയിൽ ആദ്യം ചെയ്യേണ്ടത് എത്ര ശതമാനമാണോ വർദ്ധിച്ചത് അതിനെ 100 കൊണ്ട് കൂട്ടിയത് അടിയിലും, വൈയെ വർധനവിന് ശേഷമുള്ള സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ചത് മുകളിലും വരുന്ന രീതിയിൽ ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ വർധനവിന് മുൻപുള്ള സംഖ്യ കിട്ടും. അപ്പോൾ ഇതെന്താ പറഞ്ഞത്? നമുക്കിതിൻ്റെ ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, എന്താ പ്രോബ്ലം? ഈ വർഷത്തെ പരീക്ഷയിൽ ബാബുവിന് മുൻ വർഷത്തേക്കാൾ 20% മാർക്ക് വർദ്ധിച്ചു. എത്ര ശതമാനം വർദ്ധിച്ചത്? 20% മാർക്ക് വർദ്ധിച്ച്
60 മാർക്ക് കിട്ടി. എത്രയായി? 60 മാർക്ക് ആയി. അപ്പോൾ ബാബുവിനെ ഈ വർഷത്തെ പരീക്ഷയിൽ 20% മാർക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചതിന് ശേഷം അയാൾക്ക് കിട്ടിയ മാർക്ക്, ഇക്കൊല്ലം കിട്ടിയ മാർക്ക് 60ആണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ബാബുവിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ 20% എന്ന് പറയുന്നത് ഇവിടുത്തെ R ആണ്. അതുപോലെ വർധനവിന് ശേഷമുള്ള സംഖ്യയാണ് 60. അപ്പോൾ മുൻപുള്ള സംഖ്യ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ മാർക്ക് എങ്ങനെ കാണാം? കഴിഞ്ഞ വർഷത്തെ മാർക്ക് കാണുന്നതിന് വേണ്ടി വർധനവിന് ശേഷമുള്ള സംഖ്യ 60നെ ആദ്യം 100 കൊണ്ട് ഗുണിക്കുക. ബൈ അടിയിലോ 100നോട് ശതമാനം, കൂടിയ ശതമാനം കൂട്ടുക. അപ്പോൾ 100 കൂട്ടുന്ന 20, 120 ഞാൻ ഒറ്റയടിക്ക് 120 എന്ന് ഇവിടെ എഴുതാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ 0 0 ആദ്യം വെട്ടി 6ഉം 12ഉം തമ്മിൽ വെട്ടിപ്പോകും. 1 6 6ആണ്, 12ൽ 1 6 അല്ല 2 6 ഉണ്ട്. അപ്പം 60 പൂർണ്ണമായിട്ടും വെട്ടി 1 ആയി കഴിഞ്ഞു. ഇനി 100ഉം 2ഉം ആണുള്ളത്. 100ൽ എത്ര 2 ഉണ്ട്? 1 2 2, 100ൽ അതിൻ്റെ പകുതി 52 ഉണ്ട്. അപ്പോൾ മുൻ വർഷം ബാബുവിന് കിട്ടിയിരുന്ന മാർക്ക് 50 ആയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ, ഇതേ രീതിയിൽ മുൻപുണ്ടായിരുന്ന മാർക്ക് എത്ര, മുൻപുണ്ടായിരുന്ന വില എത്ര, മുൻപുണ്ടായിരുന്ന തൂക്കം എത്ര എന്നൊക്കെ രീതിയിൽ ഈ ചോദ്യങ്ങൾക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണുന്നതിനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. y × 100/100 + r. ഇനി ഇതുപോലെ നമുക്ക് ഈ വർദ്ധിക്കുന്നതിന് പകരം കുറഞ്ഞാലോ? ഒരു സംഖ്യ 6% കുറഞ്ഞ് y എന്ന സംഖ്യയായി മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യമുള്ള സംഖ്യ കാണുന്നതിന് വേണ്ടി ആദ്യം കുറവിന് ശേഷമുള്ള സംഖ്യ y × 100/100 - r. ഓക്കെ, ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഇതിലൊരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. പറഞ്ഞോളൂ, ഏതാണ്? വിലയാകാം. ഒരു സൈക്കിൾ വാങ്ങി, സൈക്കിള് ഒരു 60% നഷ്ടത്തിൽ വില കുറച്ചിട്ട് 3000 രൂപക്കങ്ങ് വിറ്റു. അങ്ങനെയാണെങ്കിൽ സൈക്കിൾ വാങ്ങിയ വില എത്ര? അപ്പം സൈക്കിള് വാങ്ങിയപ്പോൾ കുറേ വില ഉണ്ടായിരുന്നു, 3000 ഒന്നുമല്ല, വേറെ കുറേ വില ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ വിലയിൽ നിന്ന് 60% കുറഞ്ഞിട്ട് 3000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 3000 ഇവിടെ വൈയാണ്, 6 എത്രയാണ്? 60%. വില കൂടുകയല്ല, ഇവിടെ കുറയുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാങ്ങിയ വില നമ്മൾ എങ്ങനെ കാണും? വാങ്ങിയ വില കാണുന്നതിന് വേണ്ടിയിട്ട് y, ഇവിടുത്തെ y എത്രയാണ്? 3000 ഗുണിക്കണം 100 ബൈ അടിയിലോ 100% നിന്ന് 60% കുറയുകയാണ് ചെയ്തത്. 100% നിന്ന് 60% കുറയുകയാണ് ചെയ്തത്. അപ്പോൾ 100ൽ നിന്നും 60 കുറയ്ക്കണം. 100ൽ നിന്ന് 60 കുറച്ചാൽ എത്ര ബാക്കി ഉണ്ടാവും? ഇവിടേക്ക് എഴുതാം, ആയിക്കോട്ടെ, കൺഫ്യൂഷൻ ആക്കണ്ട. 3000 ഗുണിക്കണം 100 ബൈ 100 നിന്ന് 60 കുറച്ചാൽ 40. ഒരു 0 ഞാൻ വിട്ടട്ടെ. 10ഉം 4ഉം ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ പകുതിയാക്കാം. 4നെ പകുതിയാക്കിയാൽ 2, 10ന് പകുതിയാക്കിയാൽ 5. ഇനി ഈ 30ഉം 2ഉം പകുതിയാവൂലേ? 30ൻ്റെ പകുതി 15, കൂടെ ഈ 2 0 കൂടി ഉണ്ട്. ഒരു 0 30ന് എടുത്തു പോയി, ബാക്കി 2 0 കൂടെ, അപ്പോൾ 1500. 2ൻ്റെ പകുതി 1. അപ്പോൾ എത്രയാണ് വന്നത്? അടിയിൽ ശിഷ്ടം 1 ആയിട്ട് മാറി, ഛേദം 1 ആയിട്ട് മാറി. മുകളിൽ 1500 ഗുണിക്കണം 5. അപ്പോൾ 15 5 എത്ര? 10 5 50, 5 5 25, 75.
അപ്പോൾ 75ഉം 2 0 7500 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിളാണ് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ഓടിച്ചതിന് ശേഷം എത്ര രൂപയ്ക്ക് വിറ്റത്? 3000 രൂപയ്ക്ക് വിറ്റത്. അപ്പോൾ വാങ്ങിയ വില 7500 അതുപോലെ എല്ലാം നേരത്തെ ചെയ്ത പോലെ മാർക്കിൻ്റെതാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും, കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഓർത്ത് നോക്കാം. എന്താണ് ശതമാനം? 100ൽ എത്ര ഭാഗം എന്ന് പറയുന്നതിനാണ് ശതമാനം എന്ന് പറയുന്നത്. അഥവാ 100 ഛേദമായൊരു ഭിന്നസംഖ്യയായിട്ടും ശതമാനത്തെ എഴുതാം. അപ്പോൾ ശതമാന ചിഹ്നം ഒഴിവാക്കി ഭിന്നസംഖ്യാ രൂപത്തിൽ ഇപ്പോൾ ഒരു 10% എന്ന് പറഞ്ഞാൽ 10/100 എന്ന് എഴുതാം. ഇനി ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സംഖ്യയെ ശതമാനം/100 കൊണ്ട്, സംഖ്യയെ r/100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുപോലെ ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം അല്ലെങ്കിൽ 6% x എന്ന സംഖ്യയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ കാണുന്നതിന് വേണ്ടി എക്സിനെ 100 കൊണ്ട് ഗുണിച്ച് ശതമാനമായ r കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി എക്സ് എന്ന സംഖ്യ 6% വർദ്ധിച്ച് കഴിഞ്ഞാൽ വർധനവിന് ശേഷമുള്ള സംഖ്യ കാണുന്നതിന് വേണ്ടി എക്സ് ഗുണിക്കണം 100 കൂട്ടണം r, 100 + r/100. അതായത് ആദ്യം 100നോട് ആ ശതമാനം കൂടിയ ശതമാനം കൂട്ടുക, അതിനെ വർധനവിന് ശേഷം ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 100 കൊണ്ട് ഹരിക്കുക. അതുപോലെ കുറയുകയാണെങ്കിൽ 100 + r പകരം 100 - r ആണ് വരിക. അതായത് x × 100 - r/100 ആവും. അതുപോലെ ഒരു സംഖ്യ ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് തന്നിട്ടില്ലെങ്കിൽ ഒരു സംഖ്യ 6% വർദ്ധിച്ച് വർധനവിന് ശേഷമുള്ള സംഖ്യ y നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സംഖ്യ എങ്ങനെ കാണാം? അവസാനം കിട്ടിയ സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക, അടിയിൽ ഛേദത്തിൽ 100 കൂട്ടണം വർദ്ധിച്ച ശതമാനം, അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ അവിടെ കുറഞ്ഞ ശതമാനം കുറയ്ക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ, എങ്ങനെയാണ് ശതമാനം കാണുക, അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, എങ്കിലും ഒറ്റ പ്രാവശ്യം കൂടി അത് നോക്കാം. ഒരു സംഖ്യയുടെ എത്ര ശതമാനമാണ് y, എക്സിൻ്റെ എത്ര ശതമാനമാണ് y എന്ന് കാണുന്നത് എങ്ങനെ? അപ്പോൾ വലിയ സംഖ്യ x ആണ്, എക്സിൻ്റെ എത്ര ശതമാനമാണ് y എന്നാണ് നോക്കുന്നത്. അങ്ങനെയാണ് കാണുന്നതിനുള്ള വഴി. ഒന്നുമില്ല, ആദ്യം എത്രയാണോ കിട്ടിയത് അതിനെ 100 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആദ്യത്തെ സംഖ്യ എത്ര ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഹരിക്കുക. y × 100/x. അതായത് ഇങ്ങനെയാവാം. 500ൻ്റെ എത്ര ശതമാനമാണ് 25? 500ൻ്റെ എത്ര ശതമാനമാണ് 25? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കാണാം. എത്ര ശതമാനം ആണ് 25 എന്ന് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? ആദ്യം 500 ആണോ മുകളിൽ എടുക്കേണ്ടത്? അല്ല, 25 ആണ് എടുക്കേണ്ടത്. 25 ഗുണിക്കണം 100/500. 0 വെട്ടി 0 വെട്ടി 25ൽ 5, 1 5 5, 25ൽ 5. അപ്പോൾ എത്ര ശതമാനമോ? 5%. 500ൻ്റെ 5% 25 എന്ന് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാനുണ്ട്. ശതമാനം ഭിന്നസംഖ്യകളും എന്ന ഭാഗത്ത് ഓർത്ത് വെക്കേണ്ട ചില ഭിന്നസംഖ്യകളുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഒരു സംഖ്യ അത് ഫുൾ എന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യയെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം ഉണ്ടാവും? അത് 100% ആണ്. ഒരു സംഖ്യയെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 100% അഥവാ അതിനെ നമുക്ക് 1 എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാം, അല്ലേ? ഇനി ഒരു സംഖ്യയുടെ പകുതിയെ എങ്ങനെ സൂചിപ്പിക്കും? 2/1. അതിനെ സൂചിപ്പിക്കുന്ന ശതമാനം എത്രയാണ്? 100ൻ്റെയും പകുതി എത്രയുണ്ടാവും? 50%.
അപ്പോൾ 25%, അതിൻ്റെയും പകുതി. അപ്പോൾ 4/1 1/4 ആവും. ഇനി 25%ൻ്റെയും പകുതിയോ എത്ര ഉണ്ടാവും? 12.5%. അതെത്രയാണ്? 8/1 ഭാഗമാണ്. ഇനി 12ൻ്റെയും പകുതി 6, അരൻ്റെ പകുതി 1/4, 6.25%. അതെത്ര ഭാഗമാണ് ഉണ്ടാവുക? 8/1ൻ്റെയും പകുതി 16/1 ഉണ്ടാവുക. അതുപോലെ 1/8% എന്ന് പറഞ്ഞാൽ അതെത്രയാണ് ഉണ്ടാവുക? 1/32 ഭാഗമാണ് ഉണ്ടാവുക. ഇതിങ്ങനെ 100ൻ്റെ പകുതികളായിട്ട് ഈ രീതിയിൽ പോകും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, ഇങ്ങനെയൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ആദ്യം പകുതിയാവുമോ എന്ന് നോക്കാം. എങ്ങനെയാണ് ക്രമത്തിലെടുക്കുക? 100 കഴിഞ്ഞാൽ 100ൻ്റെ പകുതി 50, 50ൻ്റെ പകുതി 25, 25ൻ്റെ പകുതി 12.5, 12.5യുടെ പകുതി 6/1/4, 6/1/4ൻ്റെ പകുതി 3/1/8. അപ്പോൾ വരുമ്പോൾ അടിയിൽ ഛേദം, മുകളിലൊക്കെ 1 വരിക, ഛേദം ആദ്യത്തത് 2, അതായത് 50% 1/2. അതിൻ്റെ പകുതി വരുമ്പോൾ 25. അപ്പോൾ 2 ഗുണിക്കാൻ 2 അടിയിൽ വരും. ഓക്കെ, 1/4 ആയി. വീണ്ടും 25ൻ്റെ പകുതി എടുക്കുമ്പോൾ 2 ഗുണിക്കാൻ 2 ആണ് അടിയിൽ വരും, അതായത് 8 അടിയിൽ വരും. 1/8 ഭാഗം. ഇനി 12.5% വീണ്ടും പകുതിയാക്കുന്ന സമയത്ത് 6.25%, 6.25 എന്ന് പറയുമ്പോൾ 2 ഗുണിക്കാൻ 2 എത്രയായി? 16. 2 2 4, 4 2 8, 8 2 16. അങ്ങനെ 1/16 വന്നു. അതിൽ 3 1/8 വരുന്നതെങ്കിൽ എത്ര വരും? 1/32. അതുപോലെ 5 പ്രാവശ്യം 2 വരും. അപ്പോൾ ഇങ്ങനെ 100ൻ്റെ താഴോട്ട് പകുതികളായിട്ട് വരുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകൾ ഇതാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഭിന്നസംഖ്യകൾ കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 33.5%. 33 1/3% കേട്ടോ, 33.5 അല്ല. 33 1/3% എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ്? 100നെ 3 ഭാഗമാക്കി അതിലുള്ള ഒരു ഭാഗം, അഥവാ ആ സംഖ്യയുടെ 1/3 ഭാഗത്തെയാണ് 33.5% എന്ന് പറയുന്നത്. അപ്പോൾ 33 1/3% എന്ന് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, 1/3 ഭാഗമാണ്. അതായത് ഒരു 60ൻ്റെ 33 1/3% എന്ന് പറഞ്ഞാൽ എവിടെയും ഗുണിക്കാനും ഹരിക്കാനും ഒന്നും പോണ്ട. 60നെ 3 ഭാഗമാക്കുക, 20 20 20, അതിലൊരു ഭാഗം, അതായത് 20 33 1/3% എന്ന് പറഞ്ഞാൽ. അതുപോലെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ശതമാനമാണ് 66 2/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൽ 2 ഭാഗമാണ്, 2/3 ഭാഗമാണ്. ഇപ്പോൾ 90 മാർക്കുണ്ട്, അതിൽ 66 2/3% എത്രയാണെന്ന് ചോദിച്ചാൽ ഗുണിക്കാനും ഹരിക്കാനും ഒന്നും പോവണ്ട, നേരിട്ട് 90നെ 3 ഭാഗമാക്കുക, 30 30 30, അതിൻ്റെ 2 ഭാഗങ്ങൾ 2 30 60, ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഈ 33 1/3%, 66 2/3%, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ശതമാനത്തെ ഭിന്നസംഖ്യ ആക്കുന്നത് അതൊന്ന് നോക്കാം. ശതമാനത്തെ ഭിന്നസംഖ്യയാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നോക്കാം. ഒരു 10% അതിനെ ഭിന്നസംഖ്യയാക്കണമെങ്കിൽ അതിനെ നേരെ അടിയിൽ 100 കൊണ്ട് ഹരിക്കുക, 10/100 അഥവാ 10/1 ഭാഗമാണ്. അപ്പോൾ 10 മുതൽ 100 വരെയുള്ള ശതമാനങ്ങളുടെ ഭിന്നസംഖ്യാരൂപം കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതുകൂടി ഒന്ന് വേഗത്തിൽ നോക്കാം. 20% എന്ന് പറഞ്ഞാൽ 20/100 എന്ന് പറഞ്ഞാൽ 2/10. അത് വീണ്ടും ചെറുതാക്കി 1/5 എന്ന് എഴുതാം. ഇനി 30% എന്ന് പറഞ്ഞാൽ 30/100, അതായത് 3/10. അതുപോലെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40/100, അതിനെ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ 4/10, വീണ്ടും ചെറുതാക്കിയാൽ 2/5 എന്ന് കിട്ടും. അതുപോലെ 50% എന്ന് പറഞ്ഞാൽ 1/2. 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 60/100, അപ്പോൾ 6/10 എന്ന് പറഞ്ഞാൽ 3/5 ഭാഗമാണ്.
അതുപോലെ പിന്നെ വരുന്നത് 70% 7/10, 80% 8/10 എന്ന് പറഞ്ഞാൽ 4/5 ഭാഗം, പിന്നെ 90% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/10 ഭാഗമാണ്. ഇനി നമ്മളിപ്പോൾ പറയാത്തൊരു പ്രധാനപ്പെട്ട ശതമാനമാണ് 75% എന്ന് പറഞ്ഞാൽ 75/100 എന്ന് പറഞ്ഞാൽ എത്ര ഭാഗം ഉണ്ടാവും? 3/4 ഭാഗം, 3/4 ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ഈ ശതമാനം എത്രയാണ്, എത്ര ഭാഗമാണ് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എളുപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ ചില സംഖ്യകളുടെ ശതമാനം ചോദിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനത്തെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണമെങ്കിൽ അതിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് എങ്ങനെ? 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35നെ 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപമായി. പിന്നെ അതിൻ്റെ സിമ്പിൾ ഫോമിലേക്ക് പോയാലൊക്കെ മതി. ഇനി അതുപോലെ തന്നെ ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ശതമാനമാക്കാം? ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ശതമാന രൂപത്തിൽ കണ്ടെത്താം? ഭിന്നസംഖ്യ പറഞ്ഞോളൂ. ആയിക്കോട്ടെ. 2/7 ഇതിനെ എങ്ങനെ ശതമാന രൂപത്തിലേക്ക് മാറ്റാം? ശതമാനത്തിലേക്ക് മാറ്റണമെങ്കിൽ മുകളിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ശതമാന ചിഹ്നം ഇടണം. അപ്പോൾ 2 100 200, 200/7 എന്നുണ്ടാവും അല്ലേ? അപ്പോൾ 200നെ 7 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കാം. 20ൽ 14ന് 2, ബാക്കി കുറച്ച് കഴിഞ്ഞാൽ 6, 60ൽ 56ന് 8 അല്ലേ? 4. അപ്പോൾ 28 4/7 ശതമാനമാണ് 2/7 എന്ന ഭിന്നസംഖ്യയുടെ ശതമാന രൂപം. അപ്പോൾ ഏതൊരു ഭിന്നസംഖ്യയെയും ദശാംശ രൂപത്തിലും അതുപോലെ തന്നെ ശതമാന രൂപത്തിലും നമുക്ക് മാറ്റി മാറ്റി എഴുതാൻ കഴിയും. ഒരു നിശ്ചയ ശതമാനത്തെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം, വേണമെങ്കിൽ അതിനെ ദശാംശ രൂപത്തിലും എഴുതാം. അതുപോലെ ഒരു നിശ്ചിത ശതമാനത്തെ ഭിന്നസംഖ്യാ രൂപത്തിലും വേണമെങ്കിൽ അതിനെ മാറ്റിയിട്ട് ദശാംശ രൂപത്തിലേക്കും മാറ്റാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ എല്ലാവരും ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട് 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ പെർസെൻറ്റേജ് അഥവാ ശതമാനം എന്ന് പറയുന്നത് പാർട്സ് ഓഫ് 100 അല്ലേ, അങ്ങനെയുള്ളൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യുക. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ നിർത്തുന്നു. സൈനിങ് ഓഫ് യുവേഴ്സ് ഫാറൂഖ് മാസ്റ്റർ ഫോർ മടവൂർ AUP സ്കൂൾ.